ശ്രീമദ് ഭാഗവതം ക്ലാസ് 205. നമ്മൾ സ്കന്ധം 10-1 4-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് കംസൻ്റെ ഭയപ്പാടും ബാലാതിഹിംസക്കുള്ള ഉദ്യമവുമാണ്. നമുക്ക് കഥയിൽ നേരിട്ടേക്ക് അങ്ങ് പോകാം. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, പുറത്തും അകത്തുമുള്ള കോട്ടവാതിലുകളെല്ലാം പഴയതുപോലെ അടക്കപ്പെട്ടു. പിന്നീട് കുട്ടികളുടെ ഒച്ചകെട്ട് വീട്ടു കാവൽക്കാർ ഉണർന്നു. അപ്പോൾ കോട്ടവാതിലെല്ലാം തുറന്നു, കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതിൻ്റെ ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. ഇത് കഥയിൽ ഇങ്ങനെ പറയുകയാണ്. കഥയിലാകുമ്പോൾ കഥക്കനുസരിച്ച് ഓരോന്ന് മെനഞ്ഞ് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ കുട്ടികൾ എന്നെല്ലാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണനാണ് ഇവിടുത്തെ യഥാർത്ഥ ആ ഒരു സംഭവം. അത് കാരാഗ്രഹത്തിലാണ് ജനിച്ചത്. ഇപ്പോൾ ഒരു രാജ്യത്തിൽ അപ്പം ലോകം രണ്ടായി തിരിഞ്ഞു കൊളോണിയലിസത്തിന് ശേഷം. അതിന് ഒന്ന് പാണ്ഡവരുടെ കഥ പറഞ്ഞു വെച്ചു ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഇപ്പുറത്തെ ഭാഗത്തുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ എപ്പോഴും ഒരു ഭരണം ദുഷിക്കുമ്പോൾ അത് പ്രകടമാകുന്നത്, ആ ലക്ഷണം പ്രകടമാകുന്നത് കാരാഗൃഹത്തിലായിരിക്കും, അല്ലെങ്കിൽ പുൽത്തൊഴുത്തിലായിരിക്കും. പുൽത്തൊഴുത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ദാരിദ്ര്യം കൂടിയ സ്ഥലം, ഏറ്റവും നീചമായ സ്ഥലം. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ നീതിമാന്മാരെ അടക്കം പിടിച്ചിട്ടിരിക്കുന്ന സ്ഥലം. അപ്പം ഇവിടെ മഹാഭാരത യുദ്ധം എന്നെല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ അവതാരങ്ങൾ വരുന്നതിൽ എന്തിനാണ്? ഒരു രാജ്യത്തെ, ഒരു ലോകത്തിലുള്ള ഭരണാധികാരികളെല്ലാം ദുഷിക്കുമ്പോഴാണ് ആ കാലം വന്നിട്ട് അതിനെ തച്ചുടക്കുന്നത്, ജനങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ എന്ത് പറ്റും? കാരാഗ്രഹങ്ങളിൽ ഭരണാധികാരികൾ എന്ത് ചെയ്യും? ചിന്തിക്കാൻ കഴിവുള്ളവരെ, അഭിപ്രായങ്ങൾ, ആ ഭരണദൂഷ്യങ്ങളെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിക്കാൻ കഴിവുള്ളവരെ പിടിച്ച് ജയിലിലിടും. അത് നമ്മൾ ലോകത്ത് കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഭരണം ദുഷിക്കുമ്പോൾ അവർക്ക് പിന്നെ പേടിയാണ്. അപ്പം പേടിയുള്ളപ്പോൾ ഏറ്റവും അധികം പേടിക്കുന്നതിന് എതിരായിട്ട് പ്രകടിപ്പിക്കുന്ന, അത് അവർ ചെയ്യുന്ന ദൂഷ്യങ്ങളെ തിരിച്ചറിയുവാനും അതിനെ എതിർക്കുവാനും കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളെയെല്ലാം നിരോധിക്കുക, അവരെ പേടിപ്പിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അത് ഭരണത്തിന് സ്വാഭാവികമായിട്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഭരണം മോശമാകുമ്പോൾ അവർക്ക് ചിന്തകരായ ആൾക്കാരെ ഭയമായിരിക്കും, ചിന്തിച്ച് അഭിപ്രായം പറയാൻ കഴിവുള്ളവർ, അവരെല്ലാം ചിലപ്പോൾ പിടിച്ച് അകത്തിടുകയും ചെയ്യും. അപ്പം എവിടെ നിന്നാണ് ഈ പ്രതിഷേധം കാലം ആദ്യം അത് പ്രകടമാകുന്നത്? ഇതേമാതിരി നീചമായ സ്ഥലത്ത്, ഏറ്റവും നീചമായ പീഡിപ്പിക്കുന്ന സ്ഥലം തടവറകൾ തന്നെയാണ്. അപ്പം അവിടെയാണ് ഈ കുട്ടി ജനിക്കുന്നത്. പക്ഷേ ആദ്യം ഭരണവർഗം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പ്രകടനം എവിടെയെങ്കിലും ഉണ്ടായാലും അപ്പം അത് എല്ലാവരും കൂടിയിട്ട് അടിച്ച് ഒതുക്കും. അപ്പം ആദ്യം ഉണ്ടാകുന്ന പ്രതിഷേധത്തെ അതിന് നിലനിൽക്കില്ല. ആദ്യം ഉണ്ടാകുന്നത് എന്തായാലും അടിച്ചമർത്തപ്പെടും. കാരണം എല്ലാ ശക്തിയും അവിടത്തേക്ക് ഉപയോഗിക്കും. പക്ഷേ ഇത് നാട് നീളം വ്യാപിക്കും. അപ്പോഴാണ് അതിനെ നിയന്ത്രണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിവിടെ നിന്ന് മാറ്റപ്പെട്ടതായിട്ട് ചിത്രീകരിക്കുകയാണ്. ഒരു സ്ഥലത്തുണ്ടായി, പക്ഷെ അതവിടെ ഇല്ലാതെയായി. അത് വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്ന നിലയിലാണ് ഈ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെത്തിയിലിട്ടതായിട്ട് കാണിച്ചത്. അപ്പോൾ അതെല്ലാം കാലം ചെയ്യും. കാലത്തിന് ഇതെല്ലാം ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെയാണ് ഈ എല്ലാ യുഗത്തിലും പോവുക. കൃത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം വരും. അത് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കും. പിന്നെ ഇത് തന്നെ നടക്കും. ഇതൊരു ജനറൽ തത്വമാണ്. അതുകൊണ്ട് എഴുതി വെക്കാൻ വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ തന്നെ ലോകം പോകുള്ളൂ. ഇനി പ്രളയം കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെയാണ് അവസ്ഥ. ഗോത്ര കാലഘട്ടത്തിൽ ചെയ്യുന്ന ഇന്നായിരിക്കും, കൊളോണിയലിസത്തിൽ സംഭവിക്കുന്ന ഇതായിരിക്കും. അതുകൊണ്ട് അതിന് പിന്നെ അധികം ചിന്തിക്കാനൊന്നുമില്ല. പക്ഷേ
എഴുതുന്ന ആളിൽ ചിലപ്പം വ്യത്യാസം വരാം, വേദവ്യാസനിൽ വ്യത്യാസം വരാം. അതുമാതിരി ഇന്ദ്രൻ എന്ന് പറയുന്നതിന് ആൾക്ക് പകരം അടുത്ത ജന്മത്തിൽ ഇന്ദ്രൻ ചിലപ്പോൾ മഹാബലിയാകും. അങ്ങനെ മാറി മാറി വരും, പേര് മാറും. അല്ലാതെ ആശയമെല്ലാം ഏകദേശം ലോകം പോകുന്നത് ഒരു തരത്തിലായിരിക്കും. അതുകൊണ്ട് കാലത്തെ തടുക്കുവാനൊന്നും പറ്റില്ല. അപ്പോൾ എത്ര കോട്ടമതിൽ തുടർന്നു എന്ന് പറഞ്ഞാൽ കാലം ഒരുത്തിയിൽ നിന്ന് അതെടുത്ത് വേറൊരുത്തിയിലേക്ക് വെക്കും. ഒരുത്തിയിൽ അടിച്ചമർത്തിയാൽ വേറൊരു സ്ഥലത്ത് അത് പൊങ്ങും. ആ പ്രതിഷേധങ്ങൾ ആ തരത്തിലതിനെ കാണണം. അപ്പോൾ കുട്ടി ജനിച്ചെന്ന് കേട്ടപ്പോൾ ഒച്ച കേട്ടു, 8ാമത്തെ പുത്രൻ്റെ. അത് കേട്ടപ്പാട് കാവൽക്കാരെല്ലാം കരച്ചിൽ കേട്ടപ്പോൾ ഞെട്ടി ഉണർന്നിട്ട് അവർ നേരെ പോയിട്ട് എന്ത് കഴിഞ്ഞു, 2 പറയുന്നു, അവർ ഉടനെ കംസൻ്റെ അടുത്തെത്തിയിട്ട് ആ ഭീതിയോട് നിൽക്കുന്ന കംസൻ ഭീതിയോട് എപ്പം പ്രസവിക്കും എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇത് കേട്ടപ്പാട് 8ാമത്തെ പുത്രൻ്റെ ജന്മത്തെ പറ്റി അവരെ അറിയിച്ചു കാവൽക്കാർ. അത് അറിഞ്ഞ ഉടനെ അതേ ശൈലിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു ഇത് തന്നെയാണ് പറ്റിയ സമയം അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ. വ്യാകുലതയുണ്ട്, അതേസമയം കാലെല്ലാം ഇടറിയാണ് നടക്കുന്നത് ആ സമയത്ത്. എന്നിട്ട് മുടിയെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. അന്നും നോക്കാതെ പ്രസവഗൃഹത്തിലേക്ക് പാഞ്ഞു ചെന്നു. അപ്പോൾ 4 പറയുകയാണ്, ദീനതയോടും സൽബുദ്ധിയോടും കൂടി, ഒരു ദീനഭാവത്തിൽ സൽബുദ്ധി, നല്ല ബുദ്ധി, കാരണം അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. നല്ല ബുദ്ധിയോടും കൂടി ദേവകി പറഞ്ഞു, സൽഗുണ സമ്പന്ന, എല്ലാ ഗുണങ്ങളും സമ്പന്നമായിരിക്കുന്ന ചേട്ടനെ പറയുകയാണ്, സൽഗുണ സമ്പന്ന, ഇവള അങ്ങയുടെ പുത്രൻ്റെ ഭാര്യയാകേണ്ടവളാണ്. പുത്രനൊന്നല്ല ജനിക്കുന്നത്, പുത്രന് ഭാര്യയായി വരേണ്ട ഒരു പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ഇതൊരു പെണ്ണാണ്, 8ാമത്തെ പുത്രൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ വധിക്കുന്നത് അർഹിക്കുന്നില്ല, അതായത് സ്ത്രീകളെ വധിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല, ഇതൊരു പെൺകുഞ്ഞാണ്. 5 പറയാണ്, സോദര, അങ്ങയാൽ ഞങ്ങളുടെ കർമ്മഫലമായിട്ട് അഗ്നിതുല്യമായ വളരെ ശിശുക്കളെ ഹിംസിച്ചു. ഈ കൊച്ചുമകളെയെങ്കിലും എനിക്ക് നൽകുക. അതായത് കർമ്മഫലമായിട്ട്, അതായത് അങ്ങയുടെ കുറ്റമൊന്നുമല്ല, ഇതെല്ലാം ഇങ്ങനെ നടക്കണം എന്നുള്ള കർമ്മഫലമാണ്. നമ്മൾ പറയല്ലോ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രയാസമുണ്ടാവോ, ഇതെൻ്റെ തലയിലെത്താണെന്ന് പറയില്ല. അതുപോലെ ഈ കുട്ടികൾ മനസ്സിച്ചതും കർമ്മഫലമാണ്, അല്ലാതെ ചേട്ടനെ കുറ്റം പറയുന്നൊന്നുമില്ല. അങ്ങനെ 7 പുത്രികളെ അങ്ങ് 7 പുത്രന്മാരെ അങ്ങ് കൊന്നു. ഇതൊരു പുത്രിയാണ്, ഈ പുത്രിയെ എനിക്ക് വിട്ടതാണ് 6. കാരണം മക്കളെല്ലാം മരിച്ചത് മൂലം അങ്ങയുടെ അനുജത്തി ഞാൻ ദുഃഖിതയാണ്. അങ്ങയുടെ അനിയത്തിയാണ്, ആ ബന്ധുവും പറഞ്ഞ് പറയുകയാണ്, ഞാൻ വളരെ ദുഃഖത്തിലാണ്. അതുകൊണ്ട് ഭാഗ്യമില്ലാത്ത അങ്ങക്ക് ജ്യേഷ്ഠ ഒരു കാര്യം ചെയ്യാം, ഈ മകളെയെങ്കിലും ഞങ്ങൾക്ക് തരുവാൻ ദയുണ്ടാകും. 7 സുഖം പറയുകയാണ്, കുട്ടിയെ മറച്ചു പിടിച്ചു. അവൾ കുട്ടിയെ മറച്ചു പിടിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതിനെയൊക്കെ നമുക്ക് തരണം. ഏറ്റവും ദയനീയമായി കരഞ്ഞുകൊണ്ട് ഈ വിധം ദേവകി പറഞ്ഞപ്പോൾ അവളെ എന്ത് ചെയ്തു, അധിക്ഷേപ വാക്കുകൾ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിട്ട് ആ പെൺകുഞ്ഞിനെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. അതിനൊന്നും സമ്മതിച്ചില്ല, കുഞ്ഞിനെ ഇങ്ങ് തട്ടിയെടുത്ത്. എന്തുകൊണ്ട് 8 പറയുകയാണ്, സ്വാർത്ഥതയിൽ സ്നേഹം നഷ്ടപ്പെട്ട കംസൻ. അവൻ സ്വാർത്ഥനാണ്, അവൻ്റെ ശരീരത്തിൽ ആയുസിനെ പറ്റി ആകെ പേടിച്ച് കിടക്കുകയാണ്. അത് പെൺകുഞ്ഞെങ്കിൽ ഇനി പെണ്ണെങ്കിലും കൊന്നു കളഞ്ഞാൽ തന്നെ. അതുകൊണ്ട് സ്വാർത്ഥതയിൽ സ്നേഹം, ആ ബന്ധങ്ങൾ, അനിയത്തിനെ പറ്റിയുള്ള ഒരു ചിന്തയില്ല. സ്നേഹം നഷ്ടപ്പെട്ട കംസൻ സോദരിയുടെ അപ്പോൾ പിറന്ന കുഞ്ഞിനെ കാലിൽ പിടിച്ച് കരിങ്കല്ലിൽ ഊക്കോടെ അടിച്ചു. അതായത് എവിടെയെങ്കിലും ഒരു പ്രതിഷേധം, ആദ്യത്തെ ഭരണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെ തച്ചുടക്കും. പക്ഷേ അതവിടെ നിന്ന് വേറെ എവിടെയോ രക്ഷപ്പെടും. അല്ലാതെ കാലം അത് ഒരു പ്രതിഷേധ സൂചന, അതവിടെ ഇല്ലാതെയാവും, സ്വാഭാവികമാണ്. പക്ഷേ അത് വേറെ രീതിയിൽ രക്ഷപ്പെടും. 9 ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഇളയ സഹോദരിയായ അവളെ എൻ്റെ കയ്യിൽ നിന്നും അവതെന്ത് ചെയ്തു, ആ മായാദേവി കയ്യിൽ നിന്നും മേൽപോട്ട് ഉയർന്നു.
ഇത് മായാദേവിയാണല്ലോ വന്നിരിക്കുന്നത്. അവൾ പെട്ടെന്ന് കൈമന്ന് തെറിച്ചിട്ട് അതങ്ങ് മുകളിലോട്ടേക്ക് പോയിട്ട് 8 കൈകളോടും കൂടിയിട്ട് അങ്ങനെ ആകാശത്ത് നിൽക്കാൻ തുടങ്ങി അതിൻ്റെ ശരിയായ രൂപത്തിൽ. അപ്പോൾ എന്തെല്ലാം ഉണ്ട്? 10 പവനിൽ ദിവ്യമാലകൾ അണിഞ്ഞിട്ടുണ്ട്, പട്ടുവസ്ത്രങ്ങളുണ്ട്, കൊടിക്കൂറകളുണ്ട്, രത്നാഭരണങ്ങളുണ്ട്, വില്ല്, ശൂലം, ശരം, പിന്നെ പരിച, വാള്, ശംഖ്, ചക്രം, ഗദ എന്നിവയോടുകൂടി സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, കിന്നരങ്ങൾ, നാഗദേവതകൾ ഇവരുടെ എല്ലാം ചുറ്റും അവരെല്ലാം ചുറ്റും നിൽക്കുന്ന രൂപത്തിൽ അവളവിടെ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശരിയായ അവളുടെ രൂപത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മായാദേവിയായിട്ട് തന്നെ നിന്നുകൊണ്ട്. 11 പറയാണ്, എടോ മൂട, എന്നെ കൊന്നതുകൊണ്ട് എന്ത് കാര്യം? എന്നെ കൊന്നിട്ട് എന്താണ് കാര്യം? കാരണം നിന്റെ അന്തകൻ ഏതോ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു. അതായത് ഒരു രാജ്യത്തിലെ ഭരണം ദുഷിക്കുമ്പോൾ, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരായ ശക്തി എവിടെയല്ലോ ഉടലെടുക്കും. എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം കാരാഗ്രഹത്തിലായിരിക്കും, നീചമായി ദാരിദ്ര്യം പിടിച്ച് ഏറ്റവും നീചമായ സ്ഥലത്തായിരിക്കാം ജനിക്കുന്നത്. അവിടെയാണ്. അവിടെ അത് അടിച്ച് അമർത്തിയാൽ വേറൊത്തിയിൽ അത് പ്രത്യക്ഷപ്പെടും. ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല, എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പാവപ്പെട്ട ശിശുക്കളെ അനാവശ്യമായി കൊല്ലരുത്, വെറുതെ കുട്ടികളെ കൊന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്രകാരം പറഞ്ഞ ശേഷം 13 പറയുകയാണ്, മായാദേവി ഭൂമിയിൽ പല സ്ഥലത്ത് പല ക്ഷേത്രങ്ങളിലായിട്ട് നിലകൊണ്ടു എന്ന് പറയുകയാണ്. അപ്പം ലോകത്തിൽ പലയിടത്തും ഭദ്രകാളി, കാളി, ഭദ്രകാളി ഇങ്ങനെയെല്ലാമായിട്ട് ക്ഷേത്രങ്ങളുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? ഭരണം ദുഷിക്കുമ്പോൾ കാലം തന്നെ വരും, ആ ഭരണത്തെ തച്ചുടക്കുക തന്നെ ചെയ്യും. അങ്ങനെ ലോകം 3 യുഗങ്ങളിലൂടെയാണ് പോകുന്നത്. ഗോത്ര കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ദുർഭരണാധികാരികൾ ഉണ്ടായപ്പോൾ, ക്ഷത്രിയരായ ദുർഭരണാധികാരികളുണ്ടപ്പോൾ അവരെ മുഴുവൻ കൊന്നിട്ട് ലോകം മുഴുവൻ കിണറുകളെ രക്തം കൊണ്ട് നിറച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരെ ആ കാലഘട്ടത്തിൽ കൊന്നിട്ടാണ് ലോകം എവിടത്തേക്ക് പോയത്? കൊളോണിയലിസത്തിലേക്ക് പോയത്. കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിൽ കൊളോണിയലിസം വന്നു. ലോകമെല്ലാം പുരോഗതി, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗതി എല്ലാം നേടി, എല്ലാം ഏകോപ ഒന്നായി തീർന്നു ശാസ്ത്രീയമായിട്ട്. പക്ഷേ അടിമത്തം വന്നപ്പോൾ അതിനെ തച്ചുടച്ചു. രാമകഥയിലൂടെ കാലം 2ാം ലോക മഹായുദ്ധമായിട്ട് വന്നു. ആ വ്യവസ്ഥിതിയെ തച്ചുടച്ചു. ഇനി ഏതിനെ വേണം? എന്നിട്ട് പോയ വ്യവസ്ഥിതിയാണ് ലോകം 2ആയി തിരിഞ്ഞത്. അതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം കൊളോണിയലിസം തുടങ്ങിയിട്ടുള്ള മറുവശത്തുള്ള ലോകം 2ആയി തിരിഞ്ഞതിൽ മറുവശത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പം ഭരണം ദുഷിക്കുമ്പോൾ എന്ത് ചിന്തിച്ചോളണം? ഭരണാധികാരികൾക്കാണ് വേദങ്ങൾ, ഭരണാധികാരികളുടെ അതായത് അവതാരങ്ങളെല്ലാം ഭരണാധികാരികൾ, ലോകത്തെ ഭരണാധികാരി ദുഷിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭാരമായി തീരുമ്പോഴാണ്, അവരെ ഇല്ലായ്മ ചെയ്യുവാനാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ജനങ്ങൾ നന്നായിക്കോളും. ഭരണം നല്ലതാണെങ്കിൽ ജനങ്ങൾ നന്നായിക്കോളും. എന്നിട്ടോ അപ്പോൾ ഈ ക്ഷേത്രങ്ങളെല്ലാം കാണുമ്പോൾ, ഭദ്രകാളിനെല്ലാം കാണുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മുടെ ദുഃഖത്തിനെല്ലാം കാരണം ഭരണം നല്ല ഭരണമാണെങ്കിൽ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തം എന്താണ്? ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ ഭരണമാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ജനങ്ങളെ കാര്യം തിരിഞ്ഞു നോക്കാതെ ഭരണാധികാരികളാണെങ്കിൽ ജനങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രം കാണുമ്പം ചിന്തിച്ചു കൊള്ളണം, ഇന്നല്ലെങ്കിൽ നാളെ ഇത് ആ ശക്തി വന്നിട്ട് തച്ചുടച്ചിട്ട് ജനത്തെ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന സന്ദേശമാണ് ഈ ക്ഷേത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് കംസൻ ആ മായാദേവിയുടെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് ദേവകിയോടും വസുദേവരോടും സങ്കടത്തോടുകൂടി പറഞ്ഞു. അപ്പോഴാണ് സങ്കടം തോന്നിയത്. എന്താണ് പറഞ്ഞത്? 15 അല്ലയോ സോദരി വസുദേവ, പാപിയായ ഞന്നാൽ രാക്ഷസൻ സ്വന്തം മക്കളെ കൊല്ലുന്നത് പോലെ നിങ്ങളുടെ മക്കളെ ഞാൻ പുത്രരെ ഹിംസിച്ചുവല്ലോ. നിങ്ങളുടെ പുത്രന്മാരെല്ലാം ഞാൻ കൊന്നുപോയി.
രാക്ഷസന്മാർ സ്വന്തം മക്കളെ കൊല്ലുന്നത് പോലെ. അതുപോലെയാണ് ഞാൻ ചെയ്തത്. കഷ്ടമായി പോയി. എന്നിട്ട് പറയാണ്, കരുണയറ്റവനും ബന്ധുക്കളോടും സ്നേഹിതരെയും തള്ളിക്കളഞ്ഞവനും. ഞാൻ കരുണയറ്റവനാണ്, ബന്ധുക്കളെയും സ്നേഹിതരെയൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത തള്ളിക്കളഞ്ഞവനാണ്. അതിക്രൂരനായ ഞാൻ ശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോഴും ഞാൻ ശ്വസിക്കുന്നുണ്ട്, പക്ഷേ മൃതപ്രാണനാണ്. ഞാൻ മൃതപ്രാണനായിട്ട് മരിച്ചതിന് സമാനമായിട്ട് ഇരിക്കുകയാണ്. സഹോദരിയോടും ഭർത്താവോടും പറയുകയാണ്, ബ്രഹ്മഹത്യ ഞാൻ നടത്തിയ, അതായത് കുട്ടികളെ കൊന്ന ഞാൻ ഏത് ലോകത്തിൽ പതിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. എൻ്റെ 17 പറയുകയാണ്, മനുഷ്യർ മാത്രമല്ല ദൈവം പോലും നുണ പറയുന്നു. ദൈവം പോലും കളവാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ കളവ് പറയുന്നിരിക്കട്ടെ, ദൈവം പോലും കളവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ വചനത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ സഹോദരിയുടെ കുട്ടികളെ കൊന്നത്. ആ ഈശ്വരൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ നിൻ്റെ കുട്ടികളെ കൊന്നത്. ഈശ്വരനാ പറഞ്ഞത് നിൻ്റെ ഇവളെ എട്ടാമത്തെ മോനാണ് കൊല്ലുക. അത് കേട്ടിട്ടാണ് ഞാനിത് ചെയ്തത്. അത് ദൈവത്തിനാ കളവ് പറഞ്ഞ്. ഇപ്പോൾ അതേ മായാരൂപി തന്നെ എന്തു പറയുകയാണ്, അത് വേറെ അടിയോ ആണ് ജനിച്ചത്, ഇവളിലല്ല. അപ്പം ദേവന്മാർ തന്നെയാണ് കള്ളം പറഞ്ഞിട്ട് ദേവന്മാരാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. പിന്നെ എൻ്റെ കാര്യം നിസ്സാരമല്ലേ, ഞാൻ ദേവനൊന്നും അല്ലല്ലോ, ഞാൻ അസുരനാണ്. അപ്പം ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ദേവന്മാർ കവറിന് ആ വാക്ക് കേട്ടിട്ട് വിശ്വസിച്ചിട്ടാണ് ഞാൻ കൊന്നുപോയ. അവർ കളവ് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നീ നിരപരാധിയാണ്. എന്നിട്ടോ, അല്ലയോ ദേവി, സ്വകർമ്മഫലം അനുഭവിക്കുന്ന മക്കളെക്കുറിച്ച് നിങ്ങൾ സങ്കടപ്പെടരുത്. പിന്നെ ഇതെല്ലാം സ്വകർമ്മഫലമാണ്. ഇനി ചെകുത്താൻ വേദം ഓതുന്ന പോലെ വേദങ്ങൾ പറയുകയാണ്, ആത്മീയത പറയുകയാണ്. കംസനാണ് ആത്മീയത പറയുന്നത്. ഇതല്ല അവരുടെ കർമ്മഫലമാണ്. ഇങ്ങനെ മരിക്കാനുള്ള യോഗം ഇങ്ങനെയാണ്, അതുകൊണ്ട് മരിച്ചതാണ്. അതിൽ പിന്നെ എനിക്കൊന്നുമില്ല, നടക്കേണ്ടത് നടന്നല്ലേ പറ്റും. അതുകൊണ്ട് സ്വകർമ്മഫലം അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ആ കർമ്മഫലമാണ്, അത് വന്നുകൊണ്ടിരിക്കുക. അതിൽ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രാണികൾ പ്രാരബ്ധ കർമ്മത്തിന് അധീനനാണ്. ഈ ജീവജാലങ്ങളെല്ലാം പ്രാരബ്ധ കർമ്മം ചെയ്തു തീർക്കേണ്ട കർമ്മമുണ്ട്. ജനിച്ചിട്ട് ഇതെല്ലാം സഹിക്കണ്ടെങ്കിൽ ഇത് സഹിച്ചേ പറ്റൂ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അവർ എപ്പോഴും ഒരിടത്ത് ചേർന്നിരിക്കൊന്നുമില്ല. അത് ഒരിക്കലും മക്കളായിട്ട് നിൻ്റെ കൂടി ഇരിക്കൊന്നുമില്ല. ഇന്ന് ജനിക്കും, നാളെ മരിക്കും, വേറെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും വീട്ടിൽ പോയിട്ട് വേറൊരു സ്ത്രീൻ്റെ മക്കളായിട്ട് ജനിക്കും. അങ്ങനെ മാണിക്കൊണ്ട് പോകും. ഇതിപ്പം കുറച്ച് കാലത്തെ നിൻ്റെ കൂടത്ത് നിൽക്കാൻ യോഗമുള്ളൂ. അതുകൊണ്ടാണ് അവരെങ്ങനെ ജനിച്ചു മരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ നിന്നൊന്നും ചിന്തിക്കണ്ട. എന്നിട്ടോ, മൺകുടങ്ങൾ പോലെ മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ കുടങ്ങളങ്ങ് ഉടഞ്ഞു പോകും. എന്നാൽ അതുപോലെ ഭൗതിക ശരീരങ്ങൾ മൺപാത്രങ്ങളിൽ മണ്ണ് എന്ന പ്രകാരം മണ്ണിൻ്റെ പാത്രങ്ങൾ ഉടഞ്ഞു പോകും, എന്നാലും മണ്ണെന്താവും? ശേഷിക്കും. അതേപോലെ ഭൗതിക ശരീരങ്ങളിൽ ആത്മാവ് എപ്പോഴും ശേഷിക്കും. ഈ ശരീരമെല്ലാം ആത്മാവാണ്. അല്ലാതെ ഈ ശരീരത്തെ അതേപോലെ നമ്മളെന്ന് പറയുന്ന ആത്മാവാണ്, അല്ലാതെ ശരീരമല്ല. ആത്മാവ് ഒരു ഉടുപ്പെടുത്തിട്ട മാതിരിയാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടി മരിച്ചിട്ടൊന്നുമില്ല, ആത്മാവിന് നാശമില്ല. അപ്പം കംസൻ പറയുകയാണ്, ആത്മാവിന് നാശമൊന്നുമില്ല, പിന്നെ എന്തിനാണ് വെറുതെ ദുഃഖിക്കുന്നത്? ആ പിള്ളേർ മരിച്ചിട്ടൊന്നുമില്ല. ഇനി അഥവാ മരിക്കുന്ന നീതിക്കാൻ തന്നെ ആ കർമ്മഫലമാണ്. അതിൽ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മരിക്കുന്നുമില്ല. കാരണം ഈ ശരീരം എന്ന് പറഞ്ഞാൽ മൺകുടത്തിൽ മണ്ണാണ് നിലനിൽക്കുന്നത്. കുടത്തിൻ്റെ ഒരു രൂപത്തിൽ വന്നതേ ഉള്ളൂ. അങ്ങനെ ഈ ശരീരം എടുത്തിട്ടേ ഉള്ളൂ. ആത്മാവിന് നാശമില്ല. എന്നിട്ട് 20 പറയുകയാണ്, ശരിക്കും ഇതറിയാത്തവന്, ഈ തത്വം അറിയാതെ, നിങ്ങൾക്കൊന്നും ഈ തത്വം അറിയാത്തവരല്ല, ശരിക്കും ഈ തത്വം അറിയാത്തവന് ആത്മീയ വിഷയങ്ങളിൽ വിപരീത ബോധം ഉണ്ടാകും. ആ കാരണത്താൽ എന്ത് തിന്നും? ഞാൻ അന്യൻ എന്ന വിചാരമെല്ലാം ഉണ്ടാകും. ഈ ഞാനാണ്, അതെൻ്റെ മോനാണ് എന്നുള്ള ചിന്തയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ആത്മീയ ബോധം ഇല്ലാതുകൊണ്ടാണ്.
ഈ ശരിയായ തത്വം അതുകൊണ്ട് ഈ ഞാൻ എൻ്റെ മോനൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എല്ലാം എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. ഈ അവസ്ഥയിലേക്ക് ചെകുത്താൻ വേദമോതുന്ന പോലെയാണ് ഇവിടെ കംസൻ സഹോദരിയോടെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. പുത്രാദിദേഹത്തോട് ഒത്തുചേരുന്നതും വിട്ടുപിരിയുന്നതും ഇതുമൂലമാണ്. ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ കയറും, അതിനെ വിട്ട് വേറൊന്നിലേക്ക് വരും, അത്രയേ ഉള്ളൂ. ആത്മാവാണ് ശരിയായത്, അതിന് നാശമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാതെ നിലയിൽ ചിന്തിക്കുന്നവർക്ക് ശരീരമാണ് ആത്മാവ്, കുട്ടികൾ എന്ന് പറയുന്ന ആ ശരീരമാണെന്ന് ചിന്തിച്ചവർക്ക് അവർക്ക് സംസാര ദുഃഖം ഒഴിയില്ല. അതുകൊണ്ട് സംസാര ദുഃഖമൊന്നും ഒഴിയില്ല നിങ്ങൾക്ക്. ഇത് എൻ്റെ കുട്ടിയാണ്, ഇത് മരിച്ചുപോയി എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ സംസാര ദുഃഖം ഒഴിയില്ല. അതുകൊണ്ട് ഒഴിയേണ്ടിക്ക് എന്ത് വേണം? അവിടെ മരണമൊന്നുമില്ല, ആത്മാവിന് മരണമില്ല, ഇതെല്ലാം കർമ്മഫലമാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട് അങ്ങ് സമാധാനിക്കാം. എന്നിട്ട് 21 എന്നിട്ട് പറയാണ്, അതുകൊണ്ട് എന്നാൽ വധിക്കപ്പെട്ട സ്വന്തം മക്കളെക്കുറിച്ച് വ്യസനിക്കരുത്. അതുകൊണ്ട് ഞാൻ കൊന്ന മക്കളെ പറ്റിയൊന്നും വ്യസനിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഗത്യന്തരമില്ലാത്തവരായി അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു. ഇതെല്ലാം ഓരോ ആൾ കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. എനിക്കിങ്ങനെ പുത്രദുഃഖം ഉണ്ടാണെന്നുള്ള യോഗമുണ്ട്, എനിക്ക് പുത്രനെ കൊല്ലണം എന്നുള്ള യോഗമുണ്ട്. അതുകൊണ്ട് അങ്ങ് നടന്നു എന്നല്ലാതെ ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഈ സംസാരത്തിൽ മനുഷ്യരെല്ലാം ഗത്യന്തരമില്ലാതെ കർമ്മഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് 28 ഞാൻ വധിക്കപ്പെട്ടവനാണ്, ഞാൻ വധിച്ചവനാണ്. ഈ തരത്തിലുള്ള ചിന്താഗതിയെല്ലാം ഉള്ളിടത്തോളം കാലം ദേഹത്തെ ആത്മാവായി കാണുന്ന അജ്ഞാനി, ദേഹത്തെ ആത്മാവായി കാണുന്ന അജ്ഞാനിയാണ് ഇവൻ കൊല്ലപ്പെട്ടു, ഇവനാൽ കൊല്ലപ്പെട്ടു എന്നെല്ലാം ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരെയും കൊല്ലുന്നില്ല. അർജുനൻ കുരുക്ഷേത്രത്തിൽ വെച്ച പറഞ്ഞ തത്വങ്ങളാണ് ഇവിടെ ഉപദേശിക്കുന്ന ആര്? കംസൻ. അതുകൊണ്ട് ആ മനോഭാവമെല്ലാം അങ്ങ് ഒഴിവാക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? 23 പറയുകയാണ്, എൻ്റെ ദുഷ്ടതയെ നിങ്ങൾ പൊറുക്കണം. ഞാൻ ചെയ്ത ദുഷ്ടപ്രവൃത്തി തന്നെയാണ്, അത് നിങ്ങൾ പൊറുക്കണം. എന്നിട്ടൊരു ഉപദേശവും, സജ്ജനങ്ങൾ ദീനാനുകമ്പയുള്ളവരാണ്. നിങ്ങളെല്ലാം സജ്ജനങ്ങളാണ്, നമ്മൾ അസുരന്മാരാണ്. നീ സജ്ജനങ്ങളാണ്, നിങ്ങൾക്ക് അനുകമ്പം എല്ലാം ഉണ്ട്, ദീനാനുകമ്പം ഉള്ളവരാണ്. നിങ്ങൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാം കഴിവുള്ളവരാണ്. ഇത്തരത്തിലെല്ലാം പറഞ്ഞിട്ട് കംസൻ സോദരിയുടെയും വസുദേവൻ്റെയും കാലിൽ കയറി പിടിച്ചു. ഇത്രയും പറഞ്ഞിട്ട് കാലിൽ പോയി പിടിച്ചു എന്നാണ് പറയുന്നത്. 24 മായാദേവിയുടെ വാക്കിനാൽ ഇവർ നിരപരാധികളാണെന്ന് ധരിച്ച കംസൻ തൻ്റെ സ്നേഹഭാവം കാണിച്ചുകൊണ്ട് ദേവകിയുടെയും വസുദേവരുടെയും ചങ്ങലകൾ അഴിച്ചു മാറ്റി. ആ കാലിലെ ചങ്ങലകളെല്ലാം അടിച്ചു മാറ്റി ആ സ്നേഹം കൊണ്ട്. എന്നിട്ട് പറയുകയാണ്, അത് ആരുടെ? ഇവർ നിരപരാധികളാണ്. കാരണം മായാദേവി പറഞ്ഞിരിക്കുകയാണ് അവർ വേറെ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്, ഇവിടെയല്ല. ദേവകിയും 25 ദേവകിയും അവൻ്റെ കുറ്റം പുറത്ത് അവനോടുള്ള അമർഷമെല്ലാം ഉപേക്ഷിച്ചിട്ട് ദേവകിയും എല്ലാം ഉപേക്ഷിച്ചു, ദേഷ്യമെല്ലാം ഉപേക്ഷിച്ചു. വസുദേവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വസുദേവനെ കാര്യങ്ങളെല്ലാം അറിയാലോ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സൗഭാഗ്യ സമ്പന്ന, അങ്ങേരോട് പറയാണ്, അങ്ങ് സൗഭാഗ്യവും സമ്പന്നനായിരിക്കുന്ന അങ്ങയോട് പറയുകയാണ്, ഏത് പ്രകാരം താങ്കൾ പറഞ്ഞുവോ അങ്ങനെ തന്നെയാട്ടെ. ആ പറഞ്ഞെല്ലാം കാര്യം ശരി തന്നെയാണ്. മനുഷ്യർക്ക് ദേഹാദികളിലുള്ള അഹംബുദ്ധി അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ദേഹാദികളിലുള്ള അഹംബുദ്ധി, ഞാൻ, എൻ്റേത് എന്നുള്ള ചിന്തയെല്ലാം അജ്ഞാനത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. അങ്ങ് പറഞ്ഞ കാര്യമെല്ലാം ശരിയാണ്. പക്ഷേ ഇതാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്?
ഇവിടെ ഇവരെയാണ് ഉപദേശിച്ചത് കംസൻ. പക്ഷേ കുട്ടികളെ കൊല്ലുമ്പോൾ അങ്ങേര് ഈ ചിന്തയൊന്നും, ഞാൻ നീ എന്ന ചിന്തയൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. അന്ന് ഈ ബുദ്ധിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് അഹംബുദ്ധി, ദേഹാദികളിലുള്ള അഹംബുദ്ധി അജ്ഞതയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അങ്ങനെ പറഞ്ഞില്ല, അങ്ങ് പറഞ്ഞ തന്നെ ശരി തന്നെയാണ്, അത് അജ്ഞതയിൽ നിന്നും ഉത്ഭവിച്ചത് തന്നെയാണ്. താനെന്നും അന്യനെന്നുമുള്ള ഭേദഭാവം അതുണ്ടാക്കും, സ്വാഭാവികമാണ്. ആ പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. ഇങ്ങേർക്ക് ആ ഭേദഭാവം വന്നതുകൊണ്ടാണ് ഈ സംഭവം നടന്നത്. 27 പറയാണ്, ദർശനമുള്ള അജ്ഞാനികൾ പിന്നെ സന്തോഷം, ദുഃഖം, ദ്വേഷം, അത്യാശ, അറിവുകേട്, ഗർവം എന്നിവയോട് ചേർന്ന് ജഡപദാർത്ഥങ്ങളാൽ മറ്റൊരു ജഡപദാർത്ഥങ്ങളെ അന്യോന്യം നശിപ്പിക്കുന്ന കാലസ്വരൂപനായി ഈശ്വരനെ കാണുന്നില്ല. അപ്പോൾ അജ്ഞാനികൾ ഇങ്ങനെ കോപം, ദേഷ്യം ഇങ്ങനെയുള്ള വികാരത്തിന് അടിമപ്പെട്ടിട്ട് ജഡവസ്തുക്കളെ കൊണ്ട് മറ്റ് ജഡവസ്തുക്കളെ ഇല്ലാതാകുന്ന ഈശ്വരനെ അറിയുന്നില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ ശക്തിവിശേഷം വിഷ്ണു ജഡവസ്തുക്കളെ ഉപയോഗിച്ച്, ചില വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വ്യക്തികളെ, അധർമ്മികളായ വസ്തുക്കളെ ഇല്ലാതാക്കും. നമുക്കറിയാലോ, പാണ്ഡവരെ പിടിച്ചുകൊണ്ട് കൗരവരെ ഇല്ലാതാക്കി. പാണ്ഡവരാകുന്ന ജഡവസ്തുക്കളെ പിടിച്ചുകൊണ്ട് കൗരവരാകുന്ന ശക്തികളെ ഇല്ലാതാക്കി. അതുപോലെ അധർമ്മികളായ ഭരണാധികാരികൾ മുകളിൽ ഇരുന്നിട്ട് ജനത്തിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ചില ആൾക്കാരെ ആ ശക്തി പിടിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കും. അങ്ങേര് തന്നെ നേരിട്ട് വേണമെന്നല്ല, അങ്ങേര് ചിലവരെ പിടിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. യഥാർത്ഥത്തിൽ പറയുന്നത് കംസൻ ഇതൊന്നും എന്നും മനസ്സിലാക്കിയിട്ടില്ല. നാളെ അതേ ശക്തി തന്നെ ചിലവരെ പിടിച്ചിട്ട് കംസനെ എടുത്ത് ശരിയാക്കുന്നത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ടോ 28 ശ്രീസുഖൻ പറയുകയാണ്, സന്തുഷ്ടരായ ദേവികയും വസുദേവരും ഇപ്രകാരം കപടമല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട്, കാപട്യമൊന്നുമില്ല, ഉള്ള സത്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കംസൻ പറഞ്ഞ സത്യം തന്നെയാണ് ഇവർ റിപ്പീറ്റ് ചെയ്തത്, കുറച്ച് കടത്തി പറഞ്ഞേ ഉള്ളൂ. കംസൻ അനുവദിച്ചതുകൊണ്ട് അവർ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. ഇനി 29 ആ രാത്രി കഴിഞ്ഞ ശേഷം കംസൻ മന്ത്രിമാരെ വിളിച്ചിട്ട്, ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് കംസൻ മന്ത്രിമാരെയെല്ലാം വിളിച്ചിട്ട് മായാദേവി എന്തെല്ലാമാണോ പറഞ്ഞത് ആ കാര്യമെല്ലാം അവരോട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതായത് വേറെ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, ആ കാര്യമാണ് ഇവരോട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ മന്ത്രിസഭ കൂടിയിട്ട് ആലോചിച്ചു. 30 ദീർഘചിന്തക്ക് കഴിവ് കുറഞ്ഞവരായ അസുരന്മാർ. ഈ അസുരന്മാരായ ദുഷ്ടജനങ്ങൾക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ നീട്ടി കാണാനുള്ള കഴിവില്ല. അവർ അപ്പം കാണുന്നതിന് എന്തെല്ലോ കാട്ടിക്കൂട്ടും പരിഹാരങ്ങൾ. അല്ല ചിന്തിച്ചിട്ടൊന്നും ചെയ്യാനുള്ളത് എന്താ അപ്പം ഓരോന്ന് ആലോചിക്കും, ഇന്ന ചെയ്ത് കളയും. അതായത് കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം. എന്നിട്ട് മണ്ടത്തരങ്ങളെയും ചെയ്ത് കൂട്ടുകയുള്ളൂ. അസുരന്മാര് കംസന്റെ വാക്ക് കേട്ട് ദേവന്മാരോട് കോപമുണ്ട്. അവർക്ക് ആകെയുള്ളത് എന്താണ്? നല്ല ആൾക്കാരോടുള്ള കോപം ഓർത്തുകൊണ്ട് പറഞ്ഞു, ഭോജരാജാവേ 31 പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നഗരങ്ങൾ, ഗ്രാമങ്ങളിൽ എന്നിങ്ങനെയുള്ള സ്ഥലത്തെല്ലാം 10 നാൾ കഴിഞ്ഞവരും 10 നാൾക്കുള്ളിലുള്ളവരും 10 നാൾ തികഞ്ഞവരുമായ എല്ലാ ശിശുക്കളെയും നമുക്കങ്ങ് കൊന്നേക്കാം. ഇപ്പം അടുത്തല്ലേ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, 10 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ട് 10 ദിവസം തികഞ്ഞവരെല്ലാം നാട്ടിൽ പോയിട്ട് അങ്ങ് കൊന്നേക്കാം.
ഒരു രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് ആ രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം ആകെ കുളമായി, ദാരിദ്ര്യം, ജനങ്ങളെല്ലാം നട്ടം തിരിക്കുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആദ്യം അദ്ദേഹത്തിനുണ്ടാകും ഭയം എന്തായിരിക്കും? എവിടെ നിന്നെങ്കിലും ജനം പ്രതികരിക്കുമെന്നാണ്. അതാണ് ആദ്യത്തെ കുട്ടി. ആ കുട്ടി ഇപ്പോൾ എവിടെയാണ് രക്ഷപ്പെട്ടു. പിന്നെ അവർ ആലോചിക്കുന്ന എന്താണ്? എവിടെയെല്ലാം ഇതേമാതിരി ആ ഒരു പ്രേരക ശക്തി ഉയർന്നു വരുന്നുണ്ടോ അവരെയെല്ലാം കൊന്നുകളയുക. പിന്നെ എല്ലാ ശ്രദ്ധയും എവിടെയെങ്കിലും പ്രതിഷേധം വരുന്നുണ്ടോ, പ്രതിഷേധമുണ്ടോ, അവിടെ പോയി എല്ലാത്തിനും. അപ്പം നാട് മുഴുവനുള്ള കുട്ടികളെ മുഴുവൻ കൊല്ലാനാണ് കംസനും സിൽബന്തികളും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സാധാരണ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ്. ഭരണത്തോട് ഭരണത്തിന് തന്നെ മനസ്സിലാവും ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല, ആകെ ജനങ്ങളെല്ലാം തെണ്ടിക്കിടക്കുകയാണെന്ന് എന്ന് മനസ്സിലാകുമ്പോൾ അവർ പിന്നെ ചെയ്യുന്ന എന്താണ്? ആരെങ്കിലും എവിടെയെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം അപ്പം തന്നെ അടിച്ചില്ലാതാക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതെല്ലാം ഇങ്ങനെയേ പോവുള്ളൂ. പക്ഷെ ഇതൊന്നും സൊല്യൂഷൻ എന്താ വേണ്ടത്? ജനങ്ങളെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. രാജാവിൻ്റെ ധർമ്മം എന്താണ്? എല്ലാ ജനങ്ങളുടെയും അപ്പോഴുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് രാജാക്കന്മാരുടെ ധർമ്മം. അത് ചില്ലറ കാര്യമല്ല. അതൊന്നും ചെയ്യാതെ അവിടെ ഇരുന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ ജനങ്ങൾ നട്ടം തിരിയുമ്പോൾ അവരെയെല്ലാം അടിച്ചൊതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് തന്നെയാണ് ഇവിടെ. അവർക്കപ്പം ദീർഘവീക്ഷണമൊന്നുമില്ല. ദീർഘവീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ മുൻകൂട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് ജനത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അതൊന്നും ചെയ്യില്ല. എന്നിട്ട് 32 പറയാണ്, യുദ്ധത്തിൽ പേടിയുള്ളവരും അങ്ങയുടെ ഞാണൊലി കേട്ടാൽ എപ്പോഴും ഹൃദയം നടുങ്ങുന്നതുമായ ദേവന്മാർ എന്ത് ചെയ്യാനാണ്? എന്നിട്ട് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുകയാണ്. ദേവന്മാരാണല്ലോ ശത്രുക്കൾ. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തെ നല്ല നിലയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയാണ് ദേവന്മാരായിട്ട് കാണുന്നത്. ലോകത്തെ നല്ല നിലയിൽ കൊണ്ടുപോകണം എന്ന ചിന്താഗതിയുള്ളവർ. അങ്ങനെയുള്ള ദേവന്മാർക്ക് ഇപ്പോഴും പേടിച്ച് കിടക്കുകയാണ്. യുദ്ധത്തിൽ പേടിയുള്ളവരാണ്. അങ്ങയുടെ ഞാണൊലി കണ്ടിട്ട് എല്ലാം ഒതുങ്ങിയിരിക്കുകയാണ്. ആ ദേവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെല്ലാം ഒതുങ്ങി ഓരോ മൂലക്കിരിക്കുകയാണ്. 32 ജീവനിൽ കൊതിയുള്ള അവർ ഓടുകയേ വഴിയുള്ളൂ. അതുകൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇതെല്ലാം വിട്ടുപോയി കഴിഞ്ഞു. അപ്പം അവരൊന്നും ഇല്ല, എല്ലാം പോയി. ദേവന്മാരെ നല്ല ആൾക്കാരെല്ലാം പേടിച്ചിട്ട് അവരെല്ലാം വിട്ടുപോയി കഴിഞ്ഞിരിക്കുകയാണ്. ചില ദേവന്മാരെന്ത് ചെയ്ത് ദൈന്യതയോടെ ആയുധം താഴെ വെച്ച് കൈകൂപ്പി നിൽക്കുന്നു. 34 പറയാം. ചില നല്ല ആൾക്കാർ ദേവന്മാരെ പേടിച്ച് ആയുധമെല്ലാം വെച്ചിട്ട് ഇങ്ങേരുടെ കൂടിയേക്കും. ചിലരാകട്ടെ തലക്കെട്ടുമെല്ലാം കഴിച്ച് ഓർക്കച്ചയെല്ലാം കഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഭയന്നിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതായത് പ്രതികരിക്കേണ്ടവരെ ഒരു വിഭാഗം പേടിച്ചിട്ട് എല്ലാം നാടും വിട്ടു പോയിട്ടുണ്ട്. മറ്റൊരു പേടിച്ചിട്ട് നീ തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരെ കാൽക്ക് വീണിട്ടുണ്ട്. ചിലവർ കരഞ്ഞുകൊണ്ട് പേടിച്ച് നിൽക്കുകയാണ്, നമ്മളെ ഒന്നും ചെയ്തേക്കല്ലേ എന്ന് പറഞ്ഞു. ഇതെല്ലാമാണ് സംഭവിക്കുക. പക്ഷേ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ആരാണ്? ആ ശക്തിയാണ്. ആ ശക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. സമയം വരുമ്പോൾ അതിവിടെ പറയുന്നുണ്ട്. ഇനി 35 ആയുധം പ്രയോഗിക്കാൻ മറന്നവർ, തേരില്ലാത്തവർ, ശരണം പ്രാപിച്ചവർ, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവർ, വില്ല് ഒടിഞ്ഞവർ, യുദ്ധം ചെയ്യാത്തവർ, ഇവരെയൊന്നും നമ്മൾ അന്ന് കൊല്ലാറില്ല. കീഴടങ്ങിയവരൊന്നും അന്ന് കൊല്ലാറില്ല. പേടിയില്ലാത്ത ദിക്കിൽ ശൂരത കാട്ടുന്നവരും 36. ചിലവരുണ്ട് പേടിയില്ലാത്ത ദിക്കിൽ ശൂരത കാട്ടും. അപ്പം രാജാവ് ചില ആൾക്കാരുടെ സ്വഭാവം പറയുകയാണ്, രാജാവൊന്ന് കേൾക്കുക എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ലെങ്കിൽ ചിലവർ പറയും, അങ്ങേരെ എൻ്റെ കൈമ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഞെരിച്ച് അമർത്തി ഇങ്ങനെയെല്ലാം ചെയ്തേക്കുന്നു. പിന്നെ എന്താണ് ഇവിടുന്ന് അവിടെ വരെ പോകണം, അതിനുള്ള സമയം എനിക്കില്ല, അല്ലേ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിയായി കളിയെന്ന് ചില പേടിയില്ലാത്ത അവസരങ്ങളിൽ ഇങ്ങനെ ക്രൂരത കാട്ടുന്നവരുണ്ട്.
യുദ്ധമില്ലാത്തപ്പോൾ വീരവാദം മുടക്കുന്നവരായ ദേവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ചിലവര് യുദ്ധമില്ലാത്ത സമയത്ത്, യുദ്ധമൊന്നുമില്ല, ശാന്തമായിട്ടാ, ഒരു യുദ്ധം പൊട്ടിയിരുന്നെങ്കിൽ ഞാനെന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ തല വെട്ടി എടുക്കുമായിരുന്നു. പക്ഷെ എന്തോ യുദ്ധമില്ലാതെ നടന്നില്ല. അല്ല, നടന്നിരുന്നെങ്കിൽ ഞാൻ രണ്ടിലൊന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരായ ദേവന്മാരാണ്. അവരെല്ലാം അവരെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെയുള്ളത് എവിടെയോ ഒളിച്ചിരിക്കുന്ന ആ വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല, അത് എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ആ ശ്രീഹരി എന്നത് നമ്മളെ ഹൃദയത്തിൽ എവിടെയോ ഉണ്ട് എന്നാണ്, പക്ഷെ കാണാൻ പറ്റില്ല. അങ്ങേരെവിടെയാണെന്ന് ആർക്കും അറിയില്ല, പക്ഷെ എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. കണ്ടവരാരും ഇല്ല, കാണാനും പറ്റില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. പിന്നെ അങ്ങനെയുള്ള ഒരു ശക്തിയെ പറ്റി പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ശിവനാണെങ്കിൽ കാട്ടിലാറ്റം കൂടിയിട്ട് അങ്ങനെ കിടക്കുകയാണ് ഏതോ ഒരു സ്ഥലത്ത്. പിന്നെ ഇന്ദ്രനാണെങ്കിൽ വലിയ വീര്യമൊന്നുമില്ല. പിന്നെയുള്ളത് ബ്രഹ്മാവാണെങ്കിൽ അങ്ങേരാടെ ഇരുന്നിട്ട് തപസ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എങ്കിലും ദേവന്മാർ നമ്മുടെ ശത്രുക്കളായകയാൽ അവഗണിക്കാൻ പാടില്ല. എന്നാലും ദേവന്മാർ ശത്രുക്കളാണ്, അങ്ങനെ അവരെ അവഗണിച്ചുകൊണ്ട് നിന്നൂടാ. അതുകൊണ്ട് അവരുടെ കട പുഴകി അങ്ങ് എഴുതിയേക്കാൻ നമ്മളെ നിയോഗിച്ചാലും നമ്മൾ പോയിട്ട് അവരെ മുഴുവൻ കട്ട പുഴകി അങ്ങ് കളഞ്ഞേക്കാം. കാരണം അങ്ങനെ അവർ കൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും അങ്ങനെ ദേവന്മാർ ശത്രു ആയതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു കൂടാ. അതുകൊണ്ട് നമ്മളെ അങ്ങ് വിട്ടേച്ചാൽ മതി. അവന്മാരുടെ കുറ്റി അടക്കം പൊരിച്ചിട്ട് നമ്മൾ കളഞ്ഞേക്കാം. ഏതുപോലെ 38 പറയുകയാണ്. ഏതുപോലെ എന്നാൽ ശരീരത്തിൽ തുടക്കത്തിലുണ്ടാകുന്ന രോഗം ചികിത്സിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലൊരു പൊന്തിക്കിടക്കുന്നു, അത് എന്തെങ്കിലും മാന്തിയിട്ടോ എന്തോ ആയതുകൊണ്ടാണെന്ന് വെച്ച് കളയും. പിന്നെ അത് ക്യാൻസറായിട്ട് പടർന്നു വളർന്ന് ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നത് പോലെ ഈ ഇന്ദ്രാദികളെയും സമൂഹങ്ങളെയും ഈ ദേവന്മാരെല്ലാം നിസ്സാരന്മാരായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവിടെ വേരുറച്ചിട്ട് പിന്നെ ഇളക്കാൻ പറ്റാത്തവരായിട്ട് മാറിപ്പോയേക്കാം. ഇപ്പോഴവർ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നാളെ ചിലപ്പോൾ അവിടെ തന്നെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ വേരുറച്ച് പോയാൽ നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ അതിനെയെല്ലാം പോയിട്ട് പിഴുതെടുത്ത് ദൂരെ കളയാം. ഇനി 39 പറയാണ്, വിഷ്ണു തന്നെയാണ് ദേവന്മാരുടെ ആണിവേര്. ആണിവേര് എന്ന് പറയുന്ന വിഷ്ണു തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അവിടെ വേദം പറയുന്ന സനാതനമായ ധർമ്മം സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് വേദങ്ങളെല്ലാം പറയുന്ന ആ ഒരു ശക്തി വിശേഷമുണ്ടല്ലോ, അത് ആ വിഷ്ണുവാണ്, അതാണ് അവിടെ ഇരിക്കുന്നത്. വേദം എന്താ പറയുന്നത്? അങ്ങനെ ഒരു ശക്തി വിശേഷം ഉണ്ട്. അത് ചെറുതിൽ ചെറുതും വലുതിൽ വലുതും, അതിന് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ ശാന്തമായിട്ട് ഇരിക്കുകയും ചെയ്യും, ഇതിലൊന്നും തലയിടുകയും ചെയ്യില്ല. പക്ഷെ ചിലപ്പോൾ കയറ്റി തലയിട്ടെന്നും വരും. അങ്ങനെയുള്ള വേദം പറയുന്ന ഒരു കക്ഷിയാണ് വിഷ്ണു. അതിലാണ് സനാതന ധർമ്മം കിടക്കുന്നത്. വേദം പറയുന്ന തത്വങ്ങളെല്ലാം അതിലാണ് കിടക്കുന്നത്. അവിടെയാണ് വിഷ്ണു ഉള്ളത്. വേദം പറയുന്ന ആ വിഷ്ണു, എല്ലാ സനാതനത്തിൻ്റെയും കേന്ദ്രമായ ആ ബിന്ദു, ആ ശക്തി, അവിടെയാണ് ധർമ്മം ഇരിക്കുന്നത്. ആ ധർമ്മത്തിൻ്റെ വേരുകൾ, അതിൻ്റെ വേരുകൾ വേദവും ബ്രാഹ്മണരും തപസ്സും ദക്ഷിണയോടുകൂടിയ യാഗാദി കർമ്മങ്ങളുമാണ്. അതിൻ്റെ വേര്, ആ വിഷ്ണുവിൻ്റെ വേര് എന്ന് പറയുന്നത് വേദങ്ങളാണ്. അപ്പം വേദത്തിലെ ശാസ്ത്രങ്ങളാണ്. ആ വേദം തന്നെയാണ് നമ്മളോട് ഇപ്പോൾ ഇത് എന്ത് പറഞ്ഞു തരുന്നത്. ആ ശക്തി രാജ്യത്തിൻ്റെ ഭരണത്തിലിരിക്കുന്നവരെ ദുഷിച്ച് ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ ഒരു നാൾ ആ ശക്തി ഉണർന്നെഴുന്നേറ്റ് എടുത്ത് ദൂരം കളയുമെന്ന് വേദമാണ് പഠിപ്പിക്കുന്നത്. വേദങ്ങൾ, ഈ ഭാഗവതം തന്നെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മളെന്താണ് പഠിപ്പിക്കുന്നത്?
ഒന്ന് ആലോചിച്ച് നോക്കി. വേദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്താണ്? മനുഷ്യരുടെ കാര്യമാണ് ഇത്, മനുഷ്യരുടെ കാര്യമല്ല. ഭരണാധികാരികൾ ദുഷിക്കുമ്പോൾ ജനത്തിനുണ്ടാകുന്ന ദോഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പം വേദത്തിൽ പഠിപ്പിക്കുന്ന മക്കൾ പണ്ട് നമ്മളെല്ലാം എത്ര പാടുപെട്ടതാണ്, നമ്മൾ ഇങ്ങനെയെല്ലാം നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തിയിരിക്കുന്നത്, ഇതെല്ലാമാണോ വേദം പഠിപ്പിക്കുന്നത്? വേദം ജനങ്ങളുടെ കാര്യമൊന്നും അല്ല പറയുന്നത്. അവതാരം കൃഷ്ണനെല്ലാം വന്നത് തന്നെ എന്തിനാണ്? ഈ ഭരണാധികാരികൾ ദുഷിച്ച് ജനങ്ങൾ കഷ്ടപ്പാടിലേക്ക് പോകുമ്പോൾ അവരെ തച്ചുടച്ചുകൊണ്ട് പുതിയ ആൾക്കാരെ അവിടെ സ്ഥാപിക്കും ജനത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? ഈശ്വരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെല്ലാം കൊണ്ടുതരും. അതുകൊണ്ട് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുക, ഇന്ന് ചടങ്ങ് നടത്തുക, വിളക്ക് കത്തിച്ച് വെക്കുക, വിളക്ക് ഇങ്ങനെ തറയിലൊന്നും വെക്കരുത്, ഇന്നെടുത്ത് വെക്കണം, ഇത്ര തിരിയിടണം, 1 വേണോ 2 വേണോ, എണ്ണ ഇത്ര ഒഴിക്കണം, ഇന്ന് എണ്ണ ഒഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം നമ്മൾ എവിടെയാണ് വേദത്തിൽ കണ്ടതെന്ന് ആലോചിച്ച് നോക്കി. വേദം പറയുന്ന, ഭാഗവതം തന്നെ പറയുന്നത് ഇതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കണ്ടെങ്കിൽ ഈ ഭരണം നന്നായാൽ മതി. ലോകത്തിൽ നല്ല ഭരണാധികാരികൾ ഉള്ള സ്ഥലത്തെല്ലാം എന്ത് സംഭവിക്കും? അവർ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കും. അതാണ് രാജാവിൻ്റെ ധർമ്മം. അതിനാണ് രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. അവരിലൂടെ വേണം ജനങ്ങളെ സംരക്ഷിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ. അല്ലാതെ ഈശ്വരന് ഇതല്ല പരിപാടി. നമ്മൾ പോയിട്ട് ഒരു 10 റുപ്യേൻ്റെ ഒരു 2 റുപ്യേൻ്റെ മെഴുകുതിരി കൊണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈശ്വരനെല്ലാം കൊണ്ട് തരുമെന്ന് പറയുന്നത് ഇത് എവിടെ പഠിച്ചതാണ്? നമുക്ക് വേണ്ടത് വിഭവങ്ങളെല്ലാം ഭൂമിയിൽ തന്നിട്ടുണ്ട്, പ്രവർത്തിക്കാനുള്ള ബുദ്ധിശക്തി തന്നിട്ടുണ്ട്, ശരീരശക്തി തന്നിട്ടുണ്ട്, അധ്വാനിക്കാനുള്ള അവസരങ്ങൾ വേണം, നല്ല രാജാക്കന്മാരെ പ്രതിഷ്ഠിച്ച് തന്നിട്ടുണ്ട്. രാജാക്കന്മാർ മോശമാകുമ്പോൾ ആ ശക്തി തന്നെ എന്ത് ചെയ്യും? വന്നിരുന്നിട്ട് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ ആളെ കൊണ്ട് സ്ഥാപിക്കും. അങ്ങനെയാണ് ജനത്തിൻ്റെ പ്രശ്നം തീരേണ്ടത്. ഇതൊന്നുമല്ല നമ്മൾ വേദത്തിലൂടെ പഠിപ്പിക്കുന്ന. വേദം പഠിപ്പിക്കുന്ന ഇതെല്ലാമാണ്. അതുകൊണ്ട് ആ വേദത്തെ സൂക്ഷിക്കണം. എന്ത് വേണം? വേദം. പിന്നെയോ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാരിലൂടെയാണ് വേദം ജ്ഞാനം കൊടുക്കുകയും ബുദ്ധിയുള്ള ആൾക്കാരിലൂടെയാണ് വഴികൾ നിർദ്ദേശിക്കുന്നത്, ജനങ്ങളെ ബോധവാന്മാരാക്കുന്നത്. പിന്നെയോ പശുക്കൾ സമ്പത്ത് തന്നിട്ടുണ്ട്, തപസ്, എല്ലാം ക്ഷമിച്ചിട്ട് ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ്, ദക്ഷിണയോടുകൂടിയ യാഗാദികൾ. നമ്മൾ ചെയ്യുന്ന യാഗങ്ങൾ ദക്ഷിണയോടുകൂടിയാകണം. യാഗം ചെയ്യുന്ന കിട്ടുന്ന ഫലം നമ്മൾ ദക്ഷിണയായിട്ട് രാഷ്ട്രത്തിനാണ് സംഭാവന ചെയ്യേണ്ടത്. അതാണ് ദക്ഷിണയോടുകൂടിയ യാഗം. നമ്മൾ കർമ്മം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? ലോകത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. ലോകത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വീതം നമുക്കും കിട്ടണം. ഇതാണ് ദക്ഷിണയോടുകൂടിയ യാഗം. യാഗം ചെയ്തിട്ട് ഫലം കൊടുക്കണം, ദക്ഷിണയായിട്ട് കൊടുക്കണം. ഇത് നമുക്ക് വേണ്ടിയല്ല, എല്ലാം തുറന്ന് എല്ലാവർക്കുമായി വീതിക്കുക. അതാണ് ദക്ഷിണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ 40 ആയതിനായോ അല്ലയോ രാജാവേ, വേദോപദേശം നൽകുന്ന ബ്രാഹ്മണരെയും താപസന്മാരെയും യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവരെയും ഹവിസിനെ കറന്നെടുക്കുന്ന പശുക്കളെയും എല്ലാവിധ പ്രയത്നങ്ങളും കൊണ്ട് ഞങ്ങൾ കൊന്നുകളഞ്ഞേക്കാം. അതുകൊണ്ട് എന്ത് വേണം? വേദത്തെ എല്ലാം ബ്രാഹ്മണരെയും എല്ലാം വേദമെല്ലാം ചുട്ടുകരിച്ചേക്കാം, ബ്രാഹ്മണരെയെല്ലാം നശിപ്പിച്ചേക്കാം. യാഗങ്ങൾ ആരും ഒരു യാഗവും നടത്തേണ്ട, ഒരു പ്രവൃത്തി ചെയ്യണ്ട. പശുവിനെ ഭൂമിയെ കറന്നെടുക്കുക. പശു എന്നത് പറയുന്നത് കൊണ്ട് ഭൂമിയാണ്. ഭൂമിയെ നമ്മൾ കറന്നെടുക്കണം അധ്വാനിച്ചിട്ട്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയാൽ വേണ്ടത്. പക്ഷേ ഭരണത്തിലുള്ളവർക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല. ഭൂമിയെ കറക്കിയും വേണ്ട, ഒരു ചുക്കും വേണ്ട. പശു എന്ന് പറയുന്നത് കറക്കാനുള്ളതാണ്. പശുവിനെ കറന്നാലേ പാല് കിട്ടും. വെറുതെ പശു കൊണ്ടതിന് വായിൽ ഒഴിച്ചു തരുമൊന്നുമില്ല. അതുപോലെ ഭൂമി പശുവാണ്. പശുവിനെ നമ്മൾ കറന്നെടുക്കണം. അതിനുള്ള പ്രയത്നങ്ങളെല്ലാം ഭരണത്തിൻ്റെ മുകളിലുള്ളവർ ചെയ്യേണ്ടത്. ഇവർ ചെയ്യുന്ന എന്താണെന്നറിയാം? നമുക്ക് പശുക്കളെയെല്ലാം കൊന്നേക്കാം. കർമ്മവും വേണ്ട, ഒരു യജ്ഞവും നടത്തണ്ട. ബ്രാഹ്മണരും വേണ്ട, ബുദ്ധിയും വേണ്ട, ഒരു ചക്കും വേണ്ട. ഇതാണ് ഇവരുടെ താല്പര്യം. വേദങ്ങളെല്ലാം ഇല്ലാതായി കളയാണ്. എന്നിട്ടോ
ബ്രാഹ്മണരും പശുക്കളും വേദങ്ങളും തപസ്സും സത്യവും ഇന്ദ്രിയ നിഗ്രഹവും മനോനിയന്ത്രണം എന്നിവയും വിശ്വാസം കാരുണ്യം സഹനശക്തി എന്നിവയും യാഗങ്ങളും വിഷ്ണുവിൻ്റെ ശരീരമാണ്. വിഷ്ണുവിൻ്റെ ശരീരം ഏതെല്ലാമാണ്? ബ്രാഹ്മണർ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജ്ഞാനം ഉപയോഗിച്ചിട്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുക. പശുക്കൾ തന്നെ ഇവിടുത്തെ വിഭവങ്ങൾ അതിനെ കറന്നെടുക്കുക. വേദങ്ങൾ ശാസ്ത്രങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. തപസ് മനുഷ്യർ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രപഞ്ച ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. സത്യം ഇന്ദ്രിയ നിഗ്രഹം, നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ വെക്കണം. ഇന്ദ്രിയം നിയന്ത്രിച്ചവൻ മനോനിയന്ത്രണമുള്ളവൻ. മനസ്സ് നിയന്ത്രണമുള്ളവരൊന്നും സ്വാർത്ഥമതികളാകുന്നതിൽ കുറയും. മനസ്സ് നിയന്ത്രണമില്ലാത്തവരാണ് ഈ സ്വാർത്ഥമതികൾ അധർമ്മികളെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ മനസ്സ് നിയന്ത്രണമുള്ളവരെ ഭരണപക്ഷത്തിന് ഭയമാണ്. അവരാണ് നല്ല ആൾക്കാർ. ഇവരെല്ലാം യാഗങ്ങൾ എല്ലാ പ്രവൃത്തികളും വിശ്വാസം കാരുണ്യം സഹനശക്തി ഏത് പ്രശ്നമുണ്ടാകാൻ സഹിക്കാനുള്ള കഴിവ് ഒരു പരിധിവരെ സഹിച്ചുകൊണ്ടിരിക്കണം. ഇതെല്ലാം വിഷ്ണുവിൻ്റെ അവയവമാണ്. അതുകൊണ്ട് ഇവയെല്ലാം എന്ത് ചെയ്യണം? നശിപ്പിക്കണം. യാതൊന്നുകൊണ്ട് അവൻ തന്നെ അസുരവിരോധിയായി. ആര്? അസുരവിരോധിയാണാണ് ആ ബ്രഹ്മൻ. ഏവരുടെ ഹൃദയത്തിലും അന്തരാമിയായി ഇരുന്നു കൊണ്ട് എല്ലാ ദേവന്മാരും അധീശനായിരിക്കുന്നുവോ. എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ദേവന്മാർക്ക് അധീശനായിരിക്കുന്നവൻ പരമേശ്വരനെയും ബ്രഹ്മാവടക്കമുള്ളവരുടെ ദേവന്മാരുടെ ആദി കാരണമായവൻ. ബ്രഹ്മാവും പരമേശ്വരനും എല്ലാം ഉണ്ടായതിനുള്ള ആദി കാരണമായ ഈ വിഷ്ണുവിനെ മഹർഷിമാരുടെ വധം നടത്തുക എന്നത് അതൊന്നു മാത്രമാണ് അവനെ ഇല്ലാതാക്കുവാനുള്ള ഉപായം. അതായത് ഋഷിമാരെ അടക്കം തട്ടിക്കളയണം. ഋഷിമാരെന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വങ്ങൾ പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഋഷികൾ. ഇതെല്ലാം എഴുതിയ ഋഷി സമൂഹത്തെ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞാൽ വേദങ്ങളുമില്ല ഒന്നുമില്ലാതെയായി മാറും. നമുക്കതെല്ലാം അങ്ങ് ചെയ്തേക്കാം. ബ്രാഹ്മണരെ ഋഷികളെയെല്ലാം ഇല്ലാതാക്കി സമൂഹത്തിൽ നല്ലതുള്ള യാഗവും വേണ്ട ഒരു ചുക്കും വേണ്ട, നല്ല ആൾക്കാരും വേണ്ട, മനോനിയന്ത്രണം ഉള്ളവരും വേണ്ട, കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവർ സഹിക്കാൻ കഴിവുള്ളവരൊന്നും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. സഹിക്കാൻ കഴിവുള്ളവരൊന്നും പാടില്ല. പേടിച്ച് ഉറച്ചിരിക്കുന്ന ആൾക്കാരെയാണ് വേണ്ടത്. സത്യമൊന്നും പാടില്ല. 43 ശ്രീസുകൻ കാലപാശത്താൽ ചുറ്റപ്പെട്ടവനും. അങ്ങനെ കാലത്തിൻ്റെ പാശത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ് ഈ കംസനുമെല്ലാം. നമ്മളുമെല്ലാം കാലപാശത്താൽ ബന്ധിക്കപ്പെട്ടവനെ. എല്ലാം വിഷ്ണുവിൻ്റെ കൈമേലാണ് ചരട് കിടക്കുന്നത്. ദേവവിരോധിയുമായ കംസൻ ഇപ്രകാരം കാര്യാലോചന ചെയ്ത ശേഷം ഇവരെല്ലാം കൂടിയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബ്രാഹ്മണരെ ഹിംസിക്കുന്നത് ഗുണകരമാണെന്ന് കരുതി ബ്രാഹ്മണരെല്ലാം, അതായത് ചിന്തിക്കാൻ കഴിവുള്ളവരെയെല്ലാം ശരിയായി കളഞ്ഞേക്കാം. പരപീഡനയിൽ താല്പര്യമുള്ളവരും മറ്റുള്ളവരെ 44 ഇഷ്ടം പോലെ വേഷം മാറാൻ കഴിവുള്ളവരുമായ അസുരന്മാരെ ഏത് വേഷവുമാർ കെട്ടിക്കും. ഈ കംസന്റെ സിൽബന്ധികൾ കംസന്റെ കൂടെ നടക്കുന്നവര് പരപീഡനത്തിൽ തൽപരരാണ്. ഇഷ്ടം പോലെ വേഷം മാറാൻ കഴിവുള്ളവരാണ്. എന്ത് വേഷവും കെട്ടിക്കോളും. ഇന്ന് കെട്ടുന്ന വേഷത്തിന് നേരെ എതിര് വേഷം നാളെ കെട്ടിക്കോളും. ഒരു പ്രശ്നമില്ല. എന്ത് റോൾ എടുക്കണ്ടോ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയും, വേറെ ഒന്ന് മാറ്റി പറയും. പിന്നെ എന്തും ഏത് വേഷം എടുക്കാൻ കഴിവുള്ളവരുമായ അസുരരെ നാനാദിക്കിലുമുള്ള സജ്ജനങ്ങൾക്ക് ജനിപ്പിക്കുന്ന കാര്യത്തിൽ ആജ്ഞാപിച്ച് ഗൃഹത്തിലേക്ക് പോയി. ഇതേമാതിരിയുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കാൻ കഴിവുള്ളവർ
ഇഷ്ടം പോലെ വേഷം മാറി എന്ത് റോളും എടുക്കും. നല്ല റോളും എടുക്കും, അസുരൻ്റെ റോളും എടുക്കും, കള്ളൻ്റെ റോളും എടുക്കും, ഏത് റോള് വേണ്ട എന്തും പറയുന്നതിന് ഒരാൾക്കൊന്നുമില്ല. ഇന്ന് പറഞ്ഞായിരിക്കില്ല നാളെ പറയുക. ഇങ്ങനെയുള്ളവരെ മുഴുവൻ നാട്ടിൽ മുഴുവൻ വിട്ട് എന്തിന്? സജ്ജനങ്ങൾക്ക് ദോഷം ചെയ്യുക, സജ്ജനങ്ങൾക്ക് നല്ല ആൾക്കാർക്ക് ദോഷം ഉണ്ടാക്കാൻ ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് നാട് മുഴുവൻ ഏൽപ്പിച്ചിട്ട് അങ്ങേരങ്ങേൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ഇനി 45 രജോ ഗുണക്കാരും തമോ ഗുണക്കാരുമായ മന്ദബുദ്ധികളും ആയ അസുരന്മാർ, അവർക്ക് ശൗര്യമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമാണ്, എല്ലാം പിന്തിരിപ്പന്മാരാണ്, മന്ദബുദ്ധികളാണ്, അവർക്ക് വലിയ ബുദ്ധിയുമില്ല. മന്ദബുദ്ധികളുമായ അസുരന്മാർ സമീപത്തെത്തിയ മരണത്തോടു കൂടിയവരായിട്ട് അവരുടെ അടുത്തേക്ക് മരണം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവരറിയുന്നില്ല. സമീപത്തെത്തിയ മരണത്തോടു കൂടിയവരായിട്ട് സജ്ജനദ്രോഹം ചെയ്തു തുടങ്ങി. അവർ സജ്ജനങ്ങളെ മുഴുവൻ ശരിയാക്കാൻ തുടങ്ങി. അതായത് സജ്ജനങ്ങൾക്കുള്ള ഭാരവും, നാട്ടിൽ നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട്, പക്ഷെ അവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഒന്നുറപ്പിക്കാം, ഇവന്മാരുടെ മരണമെല്ലാം അടുത്ത് കഴിഞ്ഞു. ഇത് 46 മഹാജനങ്ങളിൽ ചെയ്യുന്ന ധിക്കാരം മനുഷ്യൻ്റെ, ഇങ്ങനെ മനുഷ്യരിലെ ധിക്കാരം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം എന്താണെന്ന് പറയുകയാണ് അവർ. മനുഷ്യരുടെ ആയുസ്സിനെയും ഐശ്വര്യത്തെയും, മനുഷ്യരുടെ ആയുസ്സിനെ നശിപ്പിക്കും. അല്പായുസുക്കളായിത്തീരും മനുഷ്യർ. പലവരെയും വെട്ടിക്കൊല്ലുക, അതെല്ലാം കൂടി അല്പായുസുക്കളായിത്തീരും. ആരോഗ്യം നശിച്ച്, ഐശ്വര്യം നശിച്ച്, കീർത്തി നശിച്ച്, ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കീർത്തിയെല്ലാം നശിച്ച്, പുണ്യത്തെയും രണ്ട് ലോകങ്ങളെയും ആഗ്രഹിക്കുന്നവരുടെ എല്ലാം യശസ്സുകളെയും ശ്രേയസ്സിനെയും നശിപ്പിക്കുന്നു. നല്ലൊരു ലോകം പ്രതീക്ഷിക്കുന്നവരുടെ എല്ലാം യശസ്സിനെയും ശ്രേയസ്സുകളെയെല്ലാം ആഗ്രഹങ്ങളെയും എല്ലാം അവർ നശിപ്പിക്കും. പിന്നെ അങ്ങനെയുള്ളവർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ജനങ്ങളിൽ, സജ്ജനങ്ങളിൽ അവശേഷിക്കുകയുള്ളൂ.